അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് വായിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞോ കാരണം നമ്മൾ ഓൾറെഡി ഡേറ്റും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തതല്ലേ. അപ്പോൾ എല്ലാവരും അതുകൊണ്ടാണെന്ന് തോന്നുന്നു മെസ്സേജായിട്ടും കമൻ്റായിട്ടൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഡെലിവറിൻ്റെ ആളിനെ കാണിച്ചിട്ട ഗൈസ്, ഇതാണ് ഗൈസ്. ഡേറ്റ് നമുക്ക് ഡിസംബർ 15 ഇന്ന് 16. വായിച്ചിക്ക് പെയിന് കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതെ, അത് വെള്ളമുണ്ടോ മഞ്ഞ കുടിക്ക് തരാട്ടാ, തേങ്ങ വെള്ളം ചിങ്കിടോ. ഇപ്പൊ തരാട്ടാ. അപ്പോൾ ഇന്നിപ്പോ 16-ാം തീയതി ആയിട്ടാ. അപ്പൊ ഇന്ന് നമുക്ക് ചെക്കപ്പിന് പോണം. ചെക്കപ്പിന് പോയിട്ട് ഞങ്ങള് എന്താണ് സെക്കൻഡ് ഡെലിവറി അല്ലേ, അപ്പൊ എന്തായാലും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സിംഗ് ആയിട്ട് നടക്കും വിചാരിച്ചു. പക്ഷേ എല്ലാം താളം തെറ്റി പോയി. അതായത് ചിങ്കിടുവിന്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചിങ്കിടു നല്ല ലേറ്റ് ആയിരുന്നു, ഇതിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ചിങ്കിടുവിന് നവംബർ 1-നായിരുന്നു ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ ഡിസംബർ ഒക്ടോബർ 25, അവിടെ നവംബർ 1. അത് അവളുടെ എന്തോ സ്റ്റാർട്ടിങ് എന്തോ ഒരു വളർച്ച കുറവിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അത് എക്സ്റ്റെൻഡ് ആയിരുന്നു വിചാരിക്കുന്നു. 1 വീക്ക് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നവംബർ 1 ആക്കിയത്. പിന്നെ ആ സമയത്ത് ഡെലിവറി ആയില്ല. പിന്നെ 9 ദിവസം കഴിഞ്ഞ് 9ാമത്തെ ദിവസമാണ് ഡെലിവറി ആയത്. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത കുട്ടിയും അടുത്ത ബേബിയും മതിയെ പോലെ ആവുമെന്ന് തോന്നുന്നു. അതെ, പക്ഷെ അത്ര ഡിലേ ആവുന്നും തോന്നണില്ല. പക്ഷെ എന്നാലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അതിന്റെ ഒരു ലക്ഷണവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബാധിച്ച് എങ്ങനെ തിരിഞ്ഞാലും ആവശ്യമെടുത്ത് പെയിൻ ഉണ്ടാ ചോദിച്ചു. കുറച്ച് പെയിനുകള് ഉണ്ട്, നോർമൽ ഉണ്ട്. ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവുന്ന പോലെ കുറച്ച് സിംറ്റംസ് ഒക്കെ എനിക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താന്നൊന്നും അറിയില്ല. ആ ഒരു പെയിനുള്ളൂ, വേറെ ഡെലിവറി പെയിനൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇന്ന് പോയിട്ട് എന്താണെന്നുള്ളത് അറിയുള്ളൂ. ഇനിയിപ്പോ എന്തിനാന്ന് അറിയില്ല, നേരത്തെ പോവാൻ പറഞ്ഞൂലേ. ഹാർട്ട് ബീറ്റിന്റെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും ചെക്കപ്പ് ചെയ്യോ കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ഡേറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് വെച്ച് ഒന്നും എടുക്കാണ്ടാണ് പോണത്. നമുക്ക് എപ്പോഴും ഡേറ്റ് പറയും, പക്ഷെ അഡ്മിറ്റ് ആവാനൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് വേദന വന്നിട്ട് പോവാനാ പറഞ്ഞത്. ഇല്ല ബേബി. അപ്പൊ ആവശ്യക്ക് എന്തെങ്കിലും സിംറ്റംസ് അതിന്റെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ബാങ്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയില്ല. എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അതിന് വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ എന്തായാലും പോയിട്ട് എന്തെങ്കിലും അവർ പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വന്നിട്ട് പോകാൻ അങ്ങനെ ചെയ്യേണ്ടി വരും. ചിലവർക്കൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ചെക്കപ്പിന് പോയിട്ട് അങ്ങനെ അഡ്മിറ്റ് ആവാൻ പറയും. അല്ല, ഞാൻ വായിച്ചിട്ട് ഇപ്പൊ രാവിലെ പറയാം, നമ്മളിനിയിപ്പോ അവിടെ എത്തുന്ന സമയത്ത് എന്തെങ്കിലും ഇതാവോ എന്നൊക്കെ എന്തെങ്കിലും പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ബാഗൊക്കെ എടുത്തിട്ട് അങ്ങനെ പോവാം. അതെ, അപ്പൊ എന്താണെങ്കിലും നമുക്ക് നോക്കാം, അത്രേ ഉള്ളൂല്ലോ. അപ്പൊ എന്തായാലും ഗൈസ് വായിച്ച് പ്രസവിച്ചിട്ടില്ല. എന്താ ഇവിടെ മിനിറ്റ് എനിക്ക് ചിലപ്പോ എന്തെങ്കിലും ചെറിയൊരു ഇത് വന്ന് പോവാ, ബാഗ് അടിക്കാൻ പറയൂ. അതും ഇപ്പൊ ഒന്നാമത് പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നു, നമ്മളൊരു ഫുഡ് മേടിക്കാൻ പോയാലും കടയിൽ പോയാലും എങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞാണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ടില്ല, ഞങ്ങളും വെയിറ്റിംഗ് ആണ്. നോക്കാം. ഡെലിവറി ദിവസം ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോണ സമയത്ത് എന്താ ഡെലിവറി, എനിക്ക് എന്താണ് ഡെലിവറി ഇന്നാണ് ഡേറ്റ് പറയുമ്പോൾ അവര് അന്ന് കാരണം ഡേറ്റിന്റെ ആ സമയത്ത് ഞങ്ങളിങ്ങനെ പോകല്ലേ. ഞങ്ങൾ ഇന്നലെയൊക്കെ ഫുള്ള് പോയിട്ട് ഇവിടെ പാലക്കാട് മറ്റേ എക്സിബിഷനും കാര്യം എന്താണ് ഇത് വന്നിട്ടുണ്ട്, വാട്ടർഫാൾസ്. അപ്പൊ അതിന്റെയൊക്കെ കാണാനൊക്കെ പോയിട്ടാണ് ഞങ്ങളൊന്നുമില്ല ഡെലിവറി ദിവസട്ടാ. അപ്പൊ ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ട്. അപ്പൊ ഗൈസ് ഇനിയിപ്പോ നമുക്ക് ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്താണെന്ന് നോക്കാലോ. അപ്പോൾ പോവാം. ഒരാൾക്ക് രാവിലെ ഒരു പണി കിട്ടി. രാവിലെ കാലിലും മസിൽ പിടിച്ചുട്ടാ. ഈ ടൈമിലല്ല, എനിക്ക് ആദ്യമൊക്കെ നല്ല ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇപ്രാവശ്യം നല്ല കുറവായിരുന്നു. പക്ഷെ എപ്പോഴാ പിടിക്കണേന്നേ പറയാൻ പറ്റില്ല, തണുപ്പായിട്ടാ പോകുന്നല്ലേ. എന്താന്നറിയോ, ആവശ്യക്ക് എന്തിനാന്ന് പറയാൻ പറ്റില്ല. മസിൽ പിടിച്ചിട്ട് ആ മസിൽ പിടിച്ചത് വേദന അങ്ങനെ നിൽക്കുകയാണ്. എന്താ പറഞ്ഞാ ചെരുപ്പ് വേണേ ഇഷ്ടമല്ല ഇങ്ങനെ നാട്ടാക്കി. അതൊക്കെ ആൾക്ക് പറ്റുള്ളൂ. പിന്നെ അതുപോലെ ആദ്യം ഷൂ, ചെരുപ്പ്, ഡ്രസ്സൊന്നും ആൾക്ക് വേണ്ട. ഇപ്പൊ പുതിയ ഡ്രസ് വേണ്ടോ. ഇവിടെ എത്തി കറക്റ്റായി അണിച്ചു. എന്താ ചാടി കളിക്കുന്നത്? എന്താണ്
ഗൈസ് അപ്പോൾ OP ഒക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ടാ അത് കൊടുത്ത് ഫസ്റ്റ് നമുക്ക് ഇത് CTG അങ്ങനെ എന്തോ ഒരു ഇതാണ്, ഹാർട്ട് ബീറ്റ് തന്നെയാണ്. അപ്പോൾ അത് ഫസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഡോക്ടറൊക്കെ വരുന്നുള്ളൂ. ഇവിടെ ആരും ഇല്ല. ഞങ്ങളത് ഫസ്റ്റ് എത്തി. അതെ, ലാസ്റ്റ് വരിക. അപ്പം ആ ചിങ്കട് ഇന്നലെ നേരത്തെ ഉറങ്ങിയതാണ്ട, നേരത്തെ ഉറങ്ങി. ഇവിടെ ഉള്ള ഉറങ്ങിയിട്ടേ ഇല്ല. അമ്മയും ഒരാളുടെ വെയിറ്റ് കുറഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കയറും. അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു രീതി. പക്ഷേ വലിയ മാറ്റമില്ല തോന്നുന്നു അല്ലേ? 600 അല്ലടാ, 63 6. ആ അങ്ങനെയാ. 6.3. ഇതവിടെ ഒരാളിതാ അതിനെ കണ്ടാൽ നോക്കണം. നെക്സ്റ്റ് BP. അതെ, ഇനി അടുത്ത് പിന്നെ നമുക്ക് മറ്റേ ടെസ്റ്റ് ചെയ്യേണ്ടത് കുട്ടീൻ്റെ തന്നെയുള്ളൂ. കാരണം ഡേറ്റ് കഴിഞ്ഞില്ല. അപ്പോൾ ഉള്ളിൽ സേഫ് ആണോ എന്നുള്ളത് കാണാൻ തന്നെ, സേഫ് ആണോ എന്ന് നോക്കാം. നോക്കാം, ചോദിച്ചു നോക്കാം. പകള നോർമൽ അല്ലേ? 63.7. BP നോർമൽ അല്ലേ? നോർമൽ അല്ലേ? ഈ സ്ഥലങ്ങളൊക്കെ ഓർമ്മകളാണ്. ചിങ്ങയുടെ ടൈമിൽ ലേബർ വാർഡ് വച്ച് ഉള്ളി പോയിക്കോ. ഇല്ല, വച്ച് പോയിട്ട് വാ. അവിടെ പോയിക്കോ, ഉള്ളി പോയിക്കോ, അവർ വിളിക്കും പോയിക്കോ. അമ്മനെ വീട്ടിൽ നിൽക്കുകയാണ് ചിങ്ങടും. അമ്മ എവിടാ? പിന്നെ അമ്മ എവിടെ പോയി? അവിടെ പോയാ? ലേബർ വാർഡിലേക്ക് പോയി. മറ്റേ ആ ടെസ്റ്റ് പറഞ്ഞല്ലേ, CTG അങ്ങനെ എന്തോ പറഞ്ഞു, കറക്റ്റ് ഓർമ്മയില്ല. പുള്ളി പോയാൽ മതി പറഞ്ഞു. വാവിച്ച് ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യുക. വാവിച്ചിക്കാണ് ഇപ്പോൾ തന്നെ ചെറിയൊരു ടെൻഷൻ വന്നു. ഇവിടെ ഈ ലേബർ വാർഡിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒറ്റയ്ക്കുമല്ലേ, അപ്പോൾ ചെറിയൊരു ടെൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഹാർട്ട് ബീറ്റ് ചെക്കിങ് അല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെയാണ് ഫുള്ള് നേരം അവിടെ നോക്കുന്നുണ്ട്. ചിങ്കിടുവോ ഇതിനുള്ളിൽ മാമനുണ്ട്. ആ പൊട്ടിത്തെറുപ്പ് പറഞ്ഞാൽ ഭയങ്കര പൊട്ടിത്തെറുപ്പാണ്. ഒതുങ്ങിയിരിക്കില്ല. അതിനുള്ള ആളുണ്ട് കേട്ടാ. മാമനുണ്ട്. അമ്മൻ്റെ ചെരുപ്പ് അവിടെ ഇതാ. ഇവിടെ ഇത്രയും ചെരുപ്പുണ്ട്. അതിൽ അമ്മൻ്റെ ചെരുപ്പ് മാത്രം കണ്ടുപിടിച്ച ഒരാൾ. എന്താ പൊന്നോ കൊണ്ടുപോയാ? ആരിനെ? കുഞ്ഞോവനെ കൊണ്ടുപോയാ? അപ്പോൾ കുട്ടീൻ്റെ കുഞ്ഞോ വരുന്നുണ്ടോ വേഗം? ഇവിടെ വന്ന് ചെരുപ്പൂരിട്ടില്ലേ, അമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കാനുണ്ടാ. അമ്മൻ്റെ അടുത്ത് എടുത്ത് നടക്കാൻ. ചിങ്ങുവിനെ കൊണ്ട് ഭയങ്കര ഇതാക്കി കുറുമ്പ് പറഞ്ഞപ്പോൾ ഭയങ്കര വാശിയും. കയ്യിലിരിക്കില്ല, നമ്മുടെ പൊതുങ്ങി നിൽക്കില്ല. ആൾക്ക് ഇങ്ങനെ നടക്കണം. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫുള്ള് ഇങ്ങനെ ഓടിക്കളിക്കുക, അതൊക്കെയാണ് ആൾക്കിപ്പോൾ മൈൻഡ്. നല്ലതാണ്. പക്ഷെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ശ്രദ്ധിക്കണം, അവിടെയും ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകുമ്പോൾ ചില സമയത്ത് അമ്മയുടെ അടുത്ത് ഓടാൻ പറയും. അപ്പോൾ അത് അമ്മ ചിങ്ങുവിനും കൊണ്ട് പോയി ഇങ്ങനെ നടക്കാൻ പോയിട്ടാണ്. ഇനിയിപ്പോൾ അവരൊന്നും നടക്കാൻ പോയിട്ട് ഒരു വാച്ച് കയറിയിട്ട് കുറച്ച് നേരമായി, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇനി പുള്ളിയിൽ പോയിട്ട് എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇതുണ്ട് ലേബർ വാർഡ് കാണുന്ന സമയത്ത് ചിങ്കുവിൻ്റെ ടൈമിലുള്ള കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ അത് തന്നെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം നോക്കാം. വാച്ചിപ്പോൾ വരും വിചാരിക്കണം. എന്ത് വേണം? കുംഭാവന് വേണ? കുട്ടീൻ്റെ കുംഭാവൻ നാളെ വരൂട്ടാ. ഗൈസ് ഇവിടെ ഒരാൾ അപ്പോഴേ തന്നെ കൊണ്ടുപോയില്ലേ ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. അത് അമ്മൻ്റെ കുംഭാവ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ചിങ്കടോ കുട്ടീൻ്റെ നാളെ വരൂട്ടാ. അത് അപ്പോഴേ 2 മാമന്മാർ വന്നില്ലേ, അവൻ്റെ കുഞ്ഞുമാവയാണ്. കുട്ടീൻ്റെ കുംഭാവ ഇപ്പോൾ വരൂട്ടാ. ഇല്ല, വന്നിട്ടില്ല. ചേച്ചിയാണ്, അമ്മ ഇപ്പോൾ വരുന്നുള്ളൂ കേട്ടാ. ഞാൻ ഉള്ളിലേക്ക് വന്നു, ആവശ്യം വിളിക്കാൻ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വന്നു കേട്ടാ. എൻ്റെ അവിടെ ഹാർട്ട് ബീറ്റ്, പിന്നെ എന്താണ് പെയിൻ്റെ അല്ലേ. ആകെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞു. അതായത് എനിക്കിവിടെ വന്നപ്പോഴേ അതുവരെ കുഴപ്പമില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേക്കും നല്ല ടെൻഷൻ. ഇത് അതുവരെ ലേബർ വാർഡിൻ്റെ ആ ഡോർ തുറന്നപ്പോൾ തന്നെ വായിച്ചിട്ട് മുഖം മാറി.
പിന്നെ ചിങ്കിടും അവിടെ പൊരിഞ്ഞതാണ്. ബാത്റൂമിൽ പോയില്ലേ? അതിനൊക്കെ ടെൻഷൻ. എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ഡെലിവറിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഓരോരോ പോർഷനുകളും എനിക്ക് ഓർമ്മ വരിക. ബാത്റൂമിൽ പോയപ്പോൾ ബാത്റൂമിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഓർമ്മ വരുന്നു. അതായത് സെയിം സ്ഥലമല്ലേ, ഇവിടെ തന്നെ ആയിരുന്നല്ലോ. സങ്കടമൊക്കെ വരുമായിരിക്കും ഇവിടെ നിന്ന് പോവാ. എന്നിട്ട് വേവിനെ വിളിക്കാൻ പറഞ്ഞിട്ട് കുറേ നേരം വിളിക്കാൻ പറയണം. പക്ഷെ അവരൊന്നും വിളിക്കണമെന്നില്ല. വിളിച്ചല്ലോ, പേടിക്കണ്ട. പേടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പേടിയാണ്. ഞാൻ വേഗം വരുമ്പോണ്ടിരിക്കുന്നത്. എത്ര നേരം വെക്കണത്? 20 മിനിറ്റ് എന്ന് പറഞ്ഞത്. അതെ, അപ്പൊ അത്യാവശ്യം കുറച്ച് സമയമായി. ഏകദേശമായില്ലേ? ഏകദേശമായി. ചിങ്കിടും അവിടെ ഇവിടെ നിന്നൊരു കുട്ടീനെ കൊണ്ടുവന്നു, ചെറിയ കുട്ടീനെ. ആ കുട്ടീനെ കണ്ടിട്ട് അമ്മൻ്റെ കുഞ്ഞോ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അവളിപ്പോൾ വരും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കും. പറഞ്ഞിട്ട് അവിടെ നിർത്തി വെച്ചിരിക്കും. ഇവിടെ ഉള്ള ആരും എന്നെ മറന്നിട്ടില്ല. നല്ല ഞാപകം. ആര്? മറ്റേ ചേച്ചി ഞാൻ കണ്ടുവരുമ്പോ അവർക്കൊക്കെ എന്നെ നല്ല ഓർമ്മയുണ്ട്. ഇവിടെ ബഹളമായിരുന്നല്ലോ. ഐസപ്പതാ ഇവിടെ ഹാർട്ട് ബീറ്റും പിന്നെ ഇത് പെയിൻ്റ് ചെയ്യണം, ഈ ടോക്കോ എന്നുള്ളത്. എനിക്ക് അതാണ് ഏകദേശം ഒരു ഓർമ്മ. നീ ഇത് കണ്ട അത് എന്നിട്ട് ഡോക്ടർ ചെക്ക് ചെയ്യല്ലോ അവ. അപ്പം എന്നിട്ടാണ് നമുക്ക് എന്താണെന്ന് അറിയുള്ളൂ. പെയിൻറ്റിങ് കാര്യങ്ങളും ആവശ്യിക്കും ഇല്ല, അതിലും കാണിക്കുന്നില്ല. വേറെ നമുക്ക് ഹാർട്ട് ബീറ്റ് കാര്യങ്ങളെല്ലാം ഡോക്ടർ നോക്കിയിട്ട് ഫൈനൽ ചെയ്തിട്ട് എന്താണെന്നുള്ളത് പറയല്ലോ അവ. ബേബിക്ക് എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടോ? എനിക്ക് ബേബിക്ക് നോക്കി നിൽക്കണ്ട. അങ്ങനെയല്ല പൊട്ടാ. എനിക്കെന്താ ടെൻഷൻ എന്ന് വെച്ചാൽ ചിങ്കിളൂര് അവിടെ നോക്കണം, വാവച്ചിന് ഇവിടെ നോക്കണം. രണ്ടിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയാണ്. അമ്മയുണ്ട് പുറത്ത്, എന്നാലും നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ സമയത്ത് ചിങ്കിടും എന്ത് കാട്ടണമെന്ന് തോന്നും. പൊതുവേ ചിങ്കിടു കൂടുതൽ എൻ്റെ അടുത്തും ബേബിൻ്റെ അടുത്താണ് നിൽക്കും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ആ സ്ഥലത്തില്ല വെച്ചാൽ അമ്മേൻ്റെ അടുത്ത് നിൽക്കും. നമ്മൾ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ട്, അമ്മേൻ്റെ അടുത്ത് ഫുൾ ടൈം നിൽക്കും. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്നില്ലേ എൻ്റെ ഒപ്പം ഒന്നില്ലേ വാങ്ങിച്ചപ്പോൾ ആൾക്ക് നിൽക്കണം. അപ്പം അതുകൊണ്ടാണ് കുഴപ്പമില്ല, അതങ്ങനെ പോകും, വീണ്ടും പോകും. നമുക്ക് നോക്കാം. എന്നാലും കേസ് ഇപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുന്നിട്ട് നോക്കാം അല്ലേ. ECG എന്തോ എടുക്കാറുണ്ട്. ECG ഉണ്ടോ? അപ്പം നോക്കാം. ഇവിടെ വാവച്ചിക്ക് ചെറിയൊരു ചുമയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇപ്പോഴും പിടിച്ചു തോന്നുന്നു പുറത്ത് വന്നത്. അപ്പഴും പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിക്കടാ. ഞാൻ കുത്തും. എനിക്കും ഉണ്ടെന്നല്ല, എന്നിട്ട് പോകാൻ പറ്റിയില്ല കേട്ടാ. എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾ എക്സിബിഷൻ്റെ അതിൽ പോയി വരല്ലേ, അപ്പോൾ അതിന് പോയിട്ട് പോകാൻ പറ്റിയില്ല, ടൈമായി. അപ്പം ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഇന്നലെ മുതൽ പറയുന്നു പോവാന്ന്. ശരി, കുഴപ്പമില്ല. ഇപ്പം എങ്ങനെയെങ്കിലും പ്രസവിക്കാം, പേടിക്കണ്ട. സമാധാനത്തോടൊന്ന് കിടക്കേ. അവളെ പിടിക്കുമ്പോ ഡെലിവറി അവളെ പിടിക്കുമ്പോ വേണമെങ്കിൽ പറയാ പോകണം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വെച്ചിട്ട് രണ്ടാമത്തെ ടെൻഷൻ കൂടുതൽ എന്താണെന്നറിയോ? ഫസ്റ്റ് എന്താണെന്ന് അറിയില്ലല്ലോ. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് അതുവരെ കുഴപ്പമില്ല. എനിക്ക് ആ ഹോസ്പിറ്റലിന്റെ പുറത്ത് വരെ കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ എൻ്റെ എല്ലാ മൂടും പോയി. എനിക്കിപ്പോഴും അത് ഞാനില്ലേ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നു, അവരൊന്നുമില്ല, ബേബി ഇല്ല. പക്ഷെ എനിക്ക് എന്തൊക്കെയോ മൈൻഡിൽ വരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞാണ് ബേബിനെ അങ്ങോട്ട് വിളിക്കോ ഇപ്പം വെറുപ്പിച്ചിട്ട് വിട്ടത്. ലേബർ വാർഡിന്റെ ഡോറ് തുറക്കുമ്പോൾ ടെൻഷൻ. അപ്പോഴേ ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു, ടെൻഷൻ അടിച്ചിട്ട് ചെറിയൊരു മാറ്റെങ്കിലും റൂം വരുത്തണ്ടേ. അല്ല സെയിം ആണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് തോന്നും. അമ്മയും പറഞ്ഞുകൊണ്ട് പുറത്ത് നിന്നിട്ട് അപ്പോഴത്തെ ഒരു ഓർമ്മ വരുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാട്ടാ. ഡോക്ടർ ഇപ്പോൾ വരും. അപ്പോൾ ഡോക്ടറിൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞോട്ടാ. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണല്ലോ അവ. ഒരാൾക്ക് ഇപ്പോൾ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുക. ടെൻഷൻ അടിക്കണ്ടാവേ. നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെയൊക്കെ കണ്ട് എടുത്തതൊക്കെ കണ്ടുല്ലേ ഡോക്ടർ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താ പറഞ്ഞ ഗൈസ്, ചിങ്കിളൂനാണെങ്കിൽ ചിങ്കിളൂനല്ല എനിക്കുണ്ട്. ആവശ്യക്ക് ഇപ്പോൾ പോയി മുളിച്ചല്ലേ. ഇപ്പം കാറ്റുകാലായതുകൊണ്ട് ചിങ്കിളിന് മോയ്സ്ചറൈസറൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും വരുന്നുണ്ടല്ലോ അവൻ. എന്താ പിന്നെ തേച്ചാ. ഞങ്ങൾ ഉള്ളിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരേ നിലവിളിക്കലായിരുന്നു, അമ്മ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ എന്തോ ഒരു മൂഡ് ഓഫ് ആയി. ആൾക്ക് പെട്ടെന്ന് സങ്കടം വരും. അതിങ്ങനെ മനസ്സിലിങ്ങനെ വെച്ചിട്ടിരിക്കണല്ലേ. പറഞ്ഞോ. എപ്പോ പറയ്. ഡോക്ടറിനെയൊക്കെ കണ്ടു. എന്താ പറഞ്ഞ് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ തന്നെയാണ്. നമുക്ക് എന്താണ് കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിലും കിക്കിങ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതെല്ലാം ഓക്കെയാണ്. പക്ഷെ നമുക്ക് എന്താണ് ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യാനും പറ്റില്ലല്ലോ അവേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്ത് പറഞ്ഞു അവേ?
ഡോക്ടർ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞു. അതായത് 3 ദിവസമല്ല 2 ദിവസം കഴിഞ്ഞിട്ട് 19-ാം തീയതി ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കണം, അഡ്മിറ്റ് ആവണം. കാരണം നമുക്ക് ഡേറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് കുഴപ്പമില്ല, നമ്മൾ വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്തതിന് പറ്റില്ലല്ലോ. ഡോക്ടർ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ ഇരിക്കണ്ട, അല്ലെങ്കിൽ നാട്ടിലേത് ഊർക്ക് പോറിയാന്ന് കേട്ടൂലേ. പോണ്ടോ ചോദിച്ചു. അതായത് വയറ് ടൈറ്റ് ആവും ലൂസ് ആവും. അതിന്റെ കോൺട്രാക്ഷൻസ് എന്തോ പറയില്ല, ടൈറ്റ് ആവുക ലൂസ് ആവുക, അതിപ്പോ അപ്പൊ അങ്ങനെ വരുമ്പോഴാത്ര അത്ര പെയിനുകൾ വരും. അപ്പൊ ഇരിക്കണോ ചോദിച്ചപ്പോ നമ്മുടെ വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോ 19-ാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ അതിന് ശേഷമാണ് അറിയുള്ളൂ. പിന്നെ അതിന് മുമ്പ് പെയിന് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇനിയിപ്പോ നമുക്ക് ഒരു ഡോക്ടറിനെ കൂടി കാണാണ്ട്, ഡോക്ടറും കൂടി ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ ഇനിയിപ്പോ എന്ത് പറയുന്നില്ല, ഡോക്ടറും തീരുമാനിക്കണല്ലോ. അതെ, ഇനി അവർ രണ്ടിനും കൂടി തീരുമാനിച്ച് നമുക്ക് പറയുള്ളൂ. അപ്പൊ എന്തായാലും അവിടേക്കും പോവാ. അപ്പൊ എന്തായാലും വാവച്ചിക്ക് ഇപ്പോ ഇവിടെ വന്നപ്പോഴാണ് മറ്റേ ഭയങ്കര ടൈറ്റ് ആവൽ ഓവർ ആയിട്ട് അല്ലേ. ഇപ്പൊ ഇത്ര ദിവസം അത് ഉണ്ടാവാറുണ്ട്, അത് നോർമലാണ് ഈ ടൈറ്റ് ആവൽ ലൂസ് ആവല്. പക്ഷെ ഇപ്പൊ അടുപ്പിച്ച് വാവച്ചിക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയില്ല. അപ്പൊ അത് ഡോക്ടറിന് ഞാൻ ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞാൽ ആ ടൈറ്റ് ആവുന്ന സമയത്ത് പെയിന് വരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് അറിയില്ല ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇനിയിപ്പോ വേറെ ഡോക്ടറിനോട് കാണിച്ചിട്ട് വീട്ടിൽ പോയി നോക്കാം. നമ്മളെന്ത് ഇവിടെ ശരിക്കും നിൽക്കും. ഞങ്ങൾ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ചിങ്ങുന്ന സമയത്ത് വന്നിട്ട് ഡോക്ടർ ഇതുപോലെ നിൽക്കേണ്ട പോകേണ്ട ചോദിച്ചപ്പോൾ ഞങ്ങൾ ഓൾറെഡി സെറ്റായിട്ട് വന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ റൂം എടുത്തിട്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തു. ഇപ്രാവശ്യം അതുപോലെ പറ്റില്ല, കാരണം നമ്മുടെ ലിസ പൂച്ചക്കുട്ടികളൊക്കെ അവിടെയാണ്. അവിടെയുണ്ട്. പിന്നെ സെറ്റ് ആക്കിയിട്ട് വേണമല്ലോ നമുക്ക് എന്തെങ്കിലും വരാൻ വേണ്ടിട്ട്. ചത്തുപോകും. അല്ല, ഒന്നാമത് നമ്മൾ ഇന്ന് വരുന്ന സമയത്ത് ചൂടുപ്പാ ഇട്ട് കഴിച്ചേരി പിന്നെ കഴിച്ചിട്ടാ. അപ്പോൾ അവരെ ഇന്നാക്കിയിട്ട് വരാമെന്ന് ചോദിച്ചു. പക്ഷെ ഇന്നാക്കിയിട്ട് വന്ന് നമുക്ക് വെറുതെ കാര്യമില്ലല്ലോ, നമുക്ക് ഇവിടെ നിന്ന് എന്താണെന്ന് അറിയാണ്ട് ആക്കിയിട്ട് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയിട്ട് പോകാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വേറെ ഡോക്ടറിനെ പോയി കാണിക്കാം, എന്നിട്ട് എന്താണെന്ന് നമുക്ക് ഫൈനൽ നോക്കാം. അല്ലോ ഗൈസ് കഴിക്കാൻ വന്നതാണ്, പക്ഷെ ഒരാളുടെ മൈൻഡ് മൊത്തം ഇവിടെയല്ല. എത്ര മണിക്ക് വന്നു? 3 മണി 3 കഴിഞ്ഞൂലേ? 3:15 എന്തോ ആയിട്ടുണ്ട്. പക്ഷെ വായിച്ചിട്ട് മൈൻഡ് മൊത്തം പോയിട്ടിരിക്കുകയാണ്. അമ്മ ചിങ്ങുടു പോയിട്ടിരിക്കുന്നു ഉറക്കം വന്നിട്ട്. ഇവിടെയല്ല വേറെ എവിടെയോ ആണ് സ്നേഹിക്കുന്നു നോക്കട്ടാ. അപ്പോ ഒരു ഉമ്മോടുക്ക് സ്വന്തം ഒരു ഉമ്മോടുക്ക് കഴുത്തിലും വെച്ചാ ഒരു അടി കൊടുക്കാൻ പോലെ. ഗൈസ് അങ്ങനെ രണ്ടാമത്തെ ഡോക്ടറിനെയും കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഫൈനലൊരു തീരുമാനം എത്തിയില്ല. അപ്പോൾ അത് പറഞ്ഞുതരാം. അതുകൊണ്ടാണ് വാവച്ചിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നല്ലതായിരുന്നു. ഇപ്പോൾ കുറച്ച് തെളിച്ചൊക്കെ പോയി. അപ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഒന്ന് കഴിക്കട്ടെ. വാവച്ചിക്ക് കുറേ നേരം വിശക്കുന്നു. വാവച്ചിക്ക് അമ്മയ്ക്കൊക്കെ ഞാൻ പിന്നെയും കുഴപ്പമില്ല. വാവച്ചിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ബാക്കി ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളിതാ വീടെത്തി. അപ്പോൾ എന്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വാവച്ചിക്ക് ഡെലിവറി ഡേറ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡേറ്റ് വരെ പെയിനും കാര്യങ്ങളും വരാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെക്കപ്പിന് പോകാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നത് ഇനി നമുക്ക് പെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡേറ്റ് തന്നിട്ട് ആ ഡേറ്റിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോകും. നമ്മൾ മുംബൈക്കെന്ന് വെച്ചാൽ മുംബൈ പോയിട്ട് നമ്മളവിടെ പുറത്ത് റൂം എടുത്തിട്ട് ഇരിക്കുകയായിരുന്നില്ലേ. ഇപ്രാവശ്യം ഡയറക്റ്റ് 19-ാം തീയതി 19-ാം തീയതി പോയിട്ട് രാവിലെ നേരത്തെ പോയിട്ട് അഡ്മിഷൻ എടുക്കണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ പെയിൻ വന്നാൽ ഇനിയിപ്പോൾ 2 ദിവസം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെയിൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം പോയിട്ട് അഡ്മിറ്റായിട്ട് ഡെലിവറി ചെയ്യുന്നത് പോലെ ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹെഡൊക്കെ താഴെ തന്നെയാണ്, അതിൽ മാറ്റവും കാര്യമൊന്നുമില്ല. ഒന്നുകൂടെ ഫിക്സ് ആവാനുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഒന്നുകൂടെ ഫിക്സ് ആവാനുണ്ട്. ആവശ്യമുണ്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാം. 2 ദിവസം ഉണ്ട്. 2 ദിവസം നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ ലാസ്റ്റുള്ള ഓരോ കോൺട്രാക്ഷൻസ് ഉണ്ടല്ലോ, ഈ വയറ് ടൈറ്റ് ആവുക ലൂസ് ആവുക അല്ലേ, അത് ആവശ്യക്ക് ഇന്നലെ വരെ കുഴപ്പമില്ല. ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കാണിച്ചതിന് ശേഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അതായത് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, അത് നോർമലാണ്. പക്ഷെ അടുപ്പിച്ച് ഇപ്പോൾ ആവശ്യക്ക് അത് വന്നിട്ടുണ്ട്. അപ്പം ഇനി എന്താണ് അവസ്ഥ കാര്യങ്ങൾ അറിയില്ല. 2 ദിവസം ഉണ്ട് 19-ാം തീയതിക്ക് ഹാർട്ട് ബീറ്റ് അല്ലേ. CTG അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കോൺട്രാക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചത് പെയിന് വന്നു എന്ന് ചോദിച്ചില്ല ഫസ്റ്റ്. പിന്നെയാണ് ഇത് സംഭവം പറഞ്ഞ സമയത്ത് അതൊക്കെ ഇതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം നോക്കാം, ഇല്ലെങ്കിൽ പോയി അഡ്മിറ്റ് ആവാം. അപ്പം എന്തായാലും ഗൈസ് ഇതാ അമ്മയും ചിങ്കുടും ഇവിടെ ഉണ്ട് കേട്ടാ. ചിങ്കുട് അവിടെ നിന്ന് ഉറങ്ങിയാണ്, ആൾ നിലത്തേ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും ഉറങ്ങാനുള്ള ചാൻസ് കിട്ടിയില്ല. അല്ലെങ്കിൽ അമ്മ കാറിൽ വരുമ്പോൾ ഉറങ്ങും. ഇന്ന് വാവിച്ച് ഉറങ്ങി, കാരണം അമ്മൻ്റെ കയ്യിലായിരുന്നു ചിങ്കുടും ഉണ്ടായിരുന്നിട്ട്. എന്നെന്തോ അമ്മൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങി, അതുകൊണ്ട് വാവിച്ച് രക്ഷപ്പെട്ടു. ഇല്ലാതെ തന്നെ വാവിച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇടയിൽ പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 19 വെയിറ്റിംഗ് ആണ്. ഇത് ഭയങ്കര ഇതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല എന്നൊരു അവസ്ഥയിലാവുക. കാരണം നമുക്ക് ചിങ്ങുന്ന സമയത്ത് ഓൾറെഡി നമ്മളെല്ലാം മുൻകൂട്ടി ചിന്തിച്ചിട്ട് നമ്മൾ അവിടെ പോയി. നമുക്ക് ഇപ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പോകാൻ പറ്റാത്ത സാഹചര്യം, പെയിൻ ആണെങ്കിൽ വരണില്ല, ഡേറ്റ് ആണെങ്കിൽ കഴിഞ്ഞു. ബാഗൊക്കെ എടുത്തിട്ട് പോയാലോ എന്ന് ഇപ്രാവശ്യം ആലോചിച്ചിട്ടാ. പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്. പക്ഷെ അവിടെ പോയിട്ട് ഡോക്ടർ ഇന്ന് ഇവിടെ ഇരിക്കണോന്ന് നിൽക്കുന്നുണ്ടോ പോകുന്നുണ്ടോ ചോദിച്ചു. നമ്മളിവിടെ ഒന്നും സെറ്റും ചെയ്തില്ല. അപ്പം എന്തായാലും പോയിട്ട് വരാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എല്ലാവരുടെയും പോലെയല്ലോ. ഇപ്പൊ നമുക്കിപ്പോ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ലിസി ഉണ്ട്, പൂച്ചക്കുട്ടികളുണ്ട്, അവരെ നോക്കണ്ട. അവരിനൊന്നും സേഫ് ആക്കില്ല എന്നുണ്ടെങ്കിൽ പോയിരുന്നു അവര് പട്ടിയോ. അപ്പം അതുകൊണ്ട് തന്നെ അതും നോക്കണം. അപ്പം എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക, ഡെലിവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഗൈസ്. ബൈ.